ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:8. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ ബൈബിളിലെ തിരുവചനങ്ങളുടെ പ്രാധാന്യം അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ദൈവവചനത്തിൻ്റെ പ്രത്യേകത അത് ശാശ്വതമായതാണ്, അതായത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. നിന്റെ വചനത്തിൻ്റെ സാരം സത്യം തന്നെ, നിന്റെ നീതിയുള്ള വിധികളൊക്കെയും എന്നേക്കുമുള്ളത് എന്നും സങ്കീർത്തനം 119 നാം വായിക്കുന്നു. മത്തായി സുവിശേഷം 24 അധ്യായത്തിൽ യേശു പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. താൽക്കാലികവും നിലനിൽക്കാത്തതുമായ അനേക സിദ്ധാന്തങ്ങളിലും പഠിപ്പിക്കലുകളിലും ആശ്രയിക്കുന്ന അനേകർക്ക് എന്നും വിശ്വസിക്കാവുന്നതും നിലനിൽക്കുന്നതും സത്യവുമായ ദൈവവചനത്തിൽ ആശ്രയിക്കുന്നത് രക്ഷയ്ക്കും അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനും അത്യന്താപേക്ഷിതമാണ്. നാം മനസ്സിലാക്കേണ്ട കാര്യം, ബൈബിളിലെ വചനങ്ങളൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല, അതായത് ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതത്രേ എന്ന് 2 പത്രോസ് 20-21 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ദൈവവചനം വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശവും പദ്ധതികളും അറിയുവാൻ കഴിയുന്നു. പാപത്തിൽ നിന്ന് ക്രിസ്തു മൂലമുള്ള രക്ഷയും വീണ്ടെടുപ്പും വിശുദ്ധ ജീവിതവും നിത്യതയും എല്ലാം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവവചനം ദൈവശ്വാസിയുമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സത്പ്രവർത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. വചനം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിലൂടെ പാപികളുടെ മാനസാന്തരവും പിന്മാറ്റക്കാരുടെ മടങ്ങിവരവും സാധ്യമാകുന്നു. ബൈബിളിലെ മുഖ്യ സന്ദേശമായ ദൈവത്തോടുള്ള പൂർണ്ണതയിലുള്ള സ്നേഹവും നമ്മെപ്പോലെ നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുവാനുള്ള കൽപ്പനയും ഈ കാലഘട്ടത്തിൽ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം വർദ്ധിക്കുവാനും മറ്റുള്ളവരോടുള്ള സ്നേഹം ഊട്ടിയുറപ്പിക്കുവാനും കഴിയുന്നതാണ്. അങ്ങനെയെങ്കിൽ വ്യക്തിവൈരാഗ്യങ്ങൾ, കുടുംബ വഴക്കുകൾ, അയൽക്കാരുമായിട്ടുള്ള തർക്കങ്ങൾ, രാജ്യങ്ങൾ തമ്മിൽ എതിർക്കുന്നത്, യുദ്ധത്തിൻ്റെ ഭീതി, അങ്ങനെ സകലവും ഒഴിവാകുവാൻ കഴിയും. ശാശ്വതമായ സമാധാനത്തിന് തിരുവചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഭൂമിയിൽ പിറക്കുന്ന ഓരോ മനുഷ്യനും രക്ഷയ്ക്കും അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനും അതിലുപരിയായി നിത്യതയ്ക്കും അവകാശികളായി തീരുവാൻ ബൈബിൾ